ഹലോ, ഞാൻ ലിപിൻലി. അപ്പോൾ ഇന്നും ഇന്നലെയും, അതായത് 20ഉം 21ഉം, അതന്നെ ഡേറ്റ്. 20-ാം തീയതി വ്യാഴാഴ്ച ഇറങ്ങിയ സിനിമയാണ് ഖാലിഫ. ഖാലിഫയോ എന്തോ എന്തോ എങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇന്നിപ്പോൾ 21-ാം തീയതി ഇറങ്ങിയതാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ രണ്ട് പടങ്ങളും ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ ഖലീഫ കണ്ടു, ഇന്നിപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. രണ്ട് പടങ്ങളിലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നല്ല, രണ്ട് പടങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പടങ്ങളും തമ്മിൽ രണ്ട് ജോണറിലുള്ള പടങ്ങളാണ്. ഒരെണ്ണം മാസ ആക്ഷൻ മൂവി, അതായത് ഖലീഫ. അതെന്ന് പറഞ്ഞാൽ അടി ഇടി, മറ്റേ സ്വർണ്ണക്കടത്ത്, അങ്ങനത്തെ സ്മഗ്ലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിൽ പറയുന്നത്. അതിൽ ഖലീഫ പടത്തിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് മറ്റേ പൃഥ്വിരാജിൻ്റെ ആക്ഷനും സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അതൊക്കെ എന്ത് കാര്യത്തിനാണെന്നല്ല, ഇത് അതിൽ പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ അപ്പൂപ്പൻ ആണ് ഈ പറയണ മോഹൻലാൽ. അത് നിങ്ങൾ പടം കാണും, ഞാൻ അതിനെക്കുറിച്ചില്ല. ഈ രണ്ട് പടങ്ങളും തമ്മിലുള്ളൊരു ഇത് പറയാനാണ് നോക്കുന്നത്. അതായത് ഖലീഫ ഞാൻ പറഞ്ഞില്ല, അതിൽ നല്ല നല്ല പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ ആക്ഷൻ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഒരു മാസ് എൻ്റർടൈനർ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ആ പടം ഖലീഫ പടം ഇഷ്ടപ്പെടും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നിപ്പോൾ കണ്ട ബത്ലഹേം കുടുംബ യൂണിറ്റ്, ആ പടം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കോമഡി പടം. അത് നിവിൻ പോളിയുടെ സേഫ് സോൺ എന്നൊക്കെ പറയില്ലേ, അതായത് ഈ പ്രേമം അങ്ങനത്തെ അങ്ങനത്തെ പടങ്ങളൊക്കെ ആ ഒരു ഇതൊന്നും പറയില്ലേ, അത് സേഫ് സോൺ എന്ന് പറയില്ലേ, ആ ഒരു ഇതിൽ പിടിച്ചുകൊണ്ട പടമാണ്. പിന്നെ ഗിരീഷ് ഷെട്ടിയുടെ എഴുത്ത്, ഈ പടം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവും. ചില സീനിലൊക്കെ ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരും, അമ്മാതിരി കോമഡിയൊക്കെ ഇതിലുണ്ട്. അതായത് ഒക്കെ ഈ ഓവറായിട്ട് ചളി അടിക്കുന്ന കോമഡിയൊന്നുമല്ല, ഒക്കെ നല്ല കിടില സംഭവമായിട്ട് പറയുന്നുണ്ട്. അത് കിടില സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയും അമിതാഭ് ബച്ചനുമാണ് നായകന്മാർ. പിന്നെ അതുകൂടാണ്ട് സംഗീത് പ്രതാപ്, മറ്റേ ആവേശം സിനിമയിലെ റോഷൻ, ആ പൈങ്കിളി സിനിമയിലൊക്കെ ഉള്ള റോഷൻ, പിന്നെ അങ്ങനെ കുറേ പേര്, പിന്നെ പ്രേമലുവിലെ മറ്റേ ടെക്കി ആയിട്ടുള്ളവൻ, കുറേ പേരുണ്ട് ഈ പടത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ പ്രേമലുവിലുള്ള എല്ലാവരും ഈ പടത്തിലുണ്ട്. അതായത് മറ്റേ മീനാക്ഷി, പ്രേമലുവിലെ പാട്ട് പറഞ്ഞത് അവർ ഈ പടത്തിലുണ്ട്. പിന്നെ സൃന്ദ, പിന്നെ സുരേഷ് കൃഷ്ണ, പിന്നെ അങ്ങനെ കുറേ നല്ലൊരു കാസ്റ്റിംഗ് ഇതിൽ പടത്തിലുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് പടം വന്നത്. മെയിനായിട്ട് ഈ പടത്തിൽ കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കോമഡി കിട്ടും. നല്ല രസമായിട്ട് നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാം, അമ്മാതിരി കോമഡിയൊക്കെ ഈ പടത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് പടങ്ങളും വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. കാരണം കോമഡി, അതായത് ഒരു ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്നൊരു പടം ഇതാണ്. മറ്റേ ഖലീഫ എന്ന് പറഞ്ഞ പടത്തിൽ കുറച്ച് വയലൻസും കാര്യങ്ങളുണ്ട്. അത് പൃഥ്വിരാജൊക്കെ ചുറ്റി വെച്ച് വില്ലൻ്റെ ഒക്കെ തലക്കടിക്കുന്ന സീനൊക്കെ ഉണ്ട്, തല അടിച്ച് പൊളിക്കുമെന്ന് പറയില്ലേ, ആ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് വയലൻസാണ് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേർക്ക് ശരിക്കും ഈ ലിയോ ഇപ്പോൾ ഇറങ്ങണ മറ്റേ ജനനായകൻ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ അവർ പറയില്ല 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ പടത്തിൽ അനുമതിയില്ലെന്ന്. ശരിക്കും അതേപോലെ ഒന്നുമില്ല, എന്നാലും ആ ഒരു തരത്തിൽ തന്നെ. കാരണം ജനനായകൻ പടം ഇവിടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരെ പിള്ളേർ വന്നപ്പോൾ കയറ്റിയില്ല. ഞാൻ നേരിട്ട് കണ്ട സംഭവം, അവരവർക്ക് കിട്ടും. അപ്പോൾ ആ കാര്യം പറയാനൊന്നുമല്ല. അതായത് മെയിനായിട്ട് ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റാണ് എന്തുകൊണ്ടും നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കോമഡി പടം. ടിക്കറ്റ് കൊടുത്ത പൈസ രണ്ട് പടവും ടിക്കറ്റ് കാശ് മുതലാവുന്ന പടങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുമാതിരി കുറച്ചും കൂടി കൂടുതൽ കിട്ടിയത് എനിക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റിനാണ് നല്ല പടം.